ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോഴികൾക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡ് റെഡിയാക്കുവാണ്. കുറച്ച് ഇലകളും ധാന്യങ്ങളും അതുപോലെ കാൽസ്യത്തിൻ്റെ ഇതൊക്കെ സപ്ലിമെൻറ്റൊക്കെ ചേർത്ത് നല്ലൊരു അടിപൊളി ഫുഡാണ്. അപ്പോൾ ഇനി ആരും കോഴികൾ മുട്ടയിടുന്നില്ല എന്ന പരാതിയൊന്നും പറയണ്ട. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. നമ്മളെല്ലാവരും കോഴീനെ വളർത്തുന്നവരാണല്ലേ. എല്ലാവരും നാടൻ കോഴി വളർത്തുന്നവരും മുട്ടക്കോഴി വളർത്തുന്നവരും അതുപോലെ ഫാൻസി കോഴി വളർത്തുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും വെറൈറ്റി ഫുഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നാടൻ കോഴികൾക്ക് വളർത്തുന്ന ഫുഡായിരിക്കില്ല മുട്ടക്കോഴിക്ക് കൊടുക്കുന്നത്, അതുപോലെ തന്നെയല്ല ഫാൻസി കോഴികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും വളർത്തുന്നവർ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ഓരോരുത്തർ ഫുഡ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് കുറച്ച് ധാന്യങ്ങൾ മൂന്ന് ടൈപ്പ് ധാന്യങ്ങൾ ചേർക്കുന്നുണ്ട്. അതുപോലെ കമ്പനിത്തീറ്റ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കാൽസ്യത്തിനായിട്ടുള്ള കുറച്ച് ഐറ്റങ്ങൾ ചേർക്കുന്നുണ്ട്. കാൽസ്യത്തിനായിട്ട് നമ്മൾ ചേർക്കുന്ന കൂന്തൽ നാക്കാണ്. കൂന്തൽ നാക്കെന്ന് പറയുന്നത് കട്ടിൽ ഫിഷിൻ്റെ നാക്കാണ്. സാധാരണ നമുക്ക് കറി വെക്കാൻ വാങ്ങിക്കുന്ന കൂന്തലല്ല. കൂന്തലിന് 2-3 ടൈപ്പുണ്ട്. കട്ടിൽ ഫിഷ്, അതുപോലെ ആമക്കൂന്തൽ എന്നൊക്കെ പറയും. അതുപോലത്തെ ഐറ്റിൻ്റെ ഒരു നാക്കാണിത്. ഇത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന കൂന്തലിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് പോലത്തെ സാഹചര്യമായിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും, മീൻ മേടിക്കുമ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു നാക്കായിരിക്കും. ഇത് എന്ന് വെച്ചാൽ ആമക്കൂന്തൽ കട്ടിൽ ഫിഷിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ ഒരു ഐറ്റമാണ്. ഇതിനാണ് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്. ഇത് ഒരുപാട് പേര് കിളികൾക്ക് കൊടുക്കാനും അതുപോലെ ബേഡ്സ് കോഴികൾക്ക് കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ചെറിയ മെഡിസിനൊക്കെ ഉപയോഗിക്കും. പിന്നെ പേസ്റ്റിന് വരെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പേസ്റ്റിന് നമ്മൾ ഇത് വലിയ വലിയ ഷെഡുകളിൽ നിന്ന് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ പറയാണ്ട് പേസ്റ്റ് കമ്പനിക്കാർ കൊണ്ടുപോകാണെന്ന് പറയാറുണ്ട്. അങ്ങനെ അപ്പോൾ അത് നമ്മൾ കാൽസ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് 2 പിടി ചോള നുറുക്കെടുത്തിട്ടുണ്ട്, 2 പിടി ഗോതമ്പ് എടുത്തിട്ടുണ്ട്, 2 പിടി മണിച്ചോളം എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് ലെയർ മാഷ് എടുത്തിട്ടുണ്ട്. ഗോതമ്പും മണിച്ചോളമൊക്കെ ഞാൻ 2 പിടി, നമ്മുടെ കൈപ്പിടിക്ക് 2 പിടിയാണ് എടുത്തേക്കണത്. അപ്പോൾ എല്ലാം ഒന്നിച്ചൊരു പാത്രത്തിൽ എടുത്തതേ ഉള്ളൂ. പിന്നെ എടുത്തേക്ക ചായമൻസേൻ്റെ ഇലയാണ്. ചായമൻസേൻ്റെ ഇല നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഇനി നമുക്ക് ആദ്യം ചെയ്യാൻ പോണത് കണവനാക്ക് 2 എണ്ണം എടുക്കുന്നേ ഉള്ളൂ. ഒരുപാടൊന്നും എടുക്കുന്നില്ല. അപ്പം ഞാൻ എല്ലാം കാണിക്കാൻ വേണ്ടി ഇത്രയും പ്ലേറ്റിൽ എടുത്ത് വെച്ചതേ ഉള്ളൂ. അതിനകത്ത് 2 പീസ് ഞാൻ എടുക്കുന്നേ ഉള്ളൂ. ഇത് ചെറുതും വലുതും ഒക്കെ കിട്ടും മാർക്കറ്റ്, നമ്മുടെ പെറ്റ് ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും ഇത്. അപ്പോൾ ഇത് ഒരുപാട് പേരുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും. ചിലത് പീസായിട്ട് കിട്ടും, അല്ലാതെ ചിലപ്പോൾ പാക്കറ്റ് 1/4 കിലോ അങ്ങനെ 100 ഗ്രാം ഒക്കെ തൂക്കിയും കിട്ടും. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ലെയർ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3-4 പീസൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പാക്കറ്റിൽ 40 രൂപ 50 രൂപ, പല സ്ഥലത്തും പല റേറ്റാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇത് മാറ്റി വെക്കുക. നമുക്ക് ഇനി ഉള്ളത് ഇലയുണ്ടല്ലോ, നമ്മുടെ ചായമൻസേൻ്റെ ഇല, അതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത അതേ ജാറ് തന്നെയാണ് എടുത്തത്, കഴിയൊന്നും ചെയ്തില്ല. അതിലേക്ക് തന്നെ വീണ്ടും നമുക്ക് ഈ അതിൻ്റെ ഇലകൾ തണ്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ ഓരോന്നിട്ട് കൊടുക്കണം. വേറെ ഞാനിപ്പോൾ ഇലകളൊന്നും എടുത്തിട്ടില്ല. ഓരോ ദിവസം നമുക്ക് എന്തൊക്കെയാണ് ഇല അതിന് കൊടുക്കാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തൊക്കെ ഇലയുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫുഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒറ്റ ഫുഡ് മാത്രം കൊടുക്കുന്നവരുണ്ടാവും, അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്ത് ഫുഡാണോ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമുക്കൊന്ന് ഇങ്ങനെ മിക്സിയിട്ട് അടിച്ച് കൊടുക്കണമായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ 1 ഗ്ലാസ് കഞ്ഞിവെള്ളം ചേർക്കുന്നുണ്ട്. അത് ഇത്ര മാത്രം നിങ്ങളുടെ ആ ഫുഡിൽ വെള്ള കണ്ടൻറ്റ് വേണോ അനുസരിച്ച് കഞ്ഞിവെള്ളം ചേർക്കാം. കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടതാണെങ്കിൽ വളരെ നല്ലതാണ്. ഉപ്പിട്ട കഞ്ഞിവെള്ളം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടി ചെല്ലും. അതുപോലെ കൊത്തുപിടുത്തത്തിന് ഉപ്പിൻ്റെ കണ്ടൻറ്റ് നല്ലതാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കണം, നല്ലതാണ് കേട്ടോ കോഴികൾക്ക്. അപ്പോൾ ഇതൊന്ന് ആദ്യം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി അരച്ച് വെച്ചിരിക്കുന്ന ചായമീൻസ് ചേർക്കാം. അപ്പോൾ ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുവാണ്. പിന്നെ ഇത് അരച്ച് വെച്ചേക്കുന്ന ചായമൻസ് അത് നമുക്ക് ഞാൻ അരച്ചെടുത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇല അരിഞ്ഞിടുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് എല്ലാ കോഴികൾക്കും കിട്ടണമെന്നില്ല. ചില കോഴികൾക്ക് കിട്ടും, ചിലത് ചിക്കിക്കളയും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് തിന്നാൻ മടിയുള്ള ഇലകൾ തിന്നാൻ മടിയുള്ള കോഴികളുണ്ടാവും. അങ്ങനെയുള്ള കോഴികൾക്കും നല്ലതാണ്. അത് മാത്രമല്ല നമുക്ക് ഈ കുറച്ച് ഇല ഉണ്ടെങ്കിലും എല്ലാ കോഴികൾക്കും എത്തുന്ന രീതിയിലും ആകും. അവരുടെ ഉള്ളിൽ എല്ലാ കോഴികളുടെ ഉള്ളിലും
ഇലവർഗ്ഗം എത്തുന്നു എന്നുള്ള ഒരു ഇതും കൂടിയുണ്ട്. അപ്പം നിങ്ങൾക്ക് അരിഞ്ഞിടാനാണ് ഇഷ്ടമെങ്കിൽ അരിഞ്ഞിടാം, അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടാണ്, കുഴപ്പമില്ല. കുറച്ച് ഇല ഉണ്ടെങ്കിലും അത് നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റും, ഈ മിക്സിയിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്താ കുറച്ചുകൂടി ഉണ്ടായിരുന്ന കഞ്ഞിവെള്ളമൊക്കെ ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. ഇത് ഈ എല്ലാ ധാന്യങ്ങളും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഓർക്കും ഇതില്ല ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ, ഈ ചോള ഇല്ലല്ലോ, അല്ലെങ്കിൽ മണിച്ചോള ഇല്ലല്ലോ, അങ്ങനെ ഇല്ലല്ലോ, ലെയറിലോ ഒന്നും ഓർക്കണ്ട. നിങ്ങൾ കൊടുക്കുന്ന എന്താണോ, നിങ്ങൾ തവിടാണ് കൊടുക്കണമെങ്കിൽ തവിട് എടുക്കുക, തവിടിൻ്റെ കൂടെ ഗോതമ്പ് മിക്സ് ചെയ്യണമെങ്കിൽ അത്, അങ്ങനെ എന്തിൻ്റെ കൂടെയൊക്കെയാണോ മിക്സ് ചെയ്യണത് അതിൻ്റെ കൂടെ മെയിനായിട്ട് ചേർക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയണത്, ഒന്നാമത് കാൽസ്യത്തിനായിട്ട് നമ്മൾ കണവനാക്കോ അല്ലെങ്കിൽ മുട്ടത്തൊണ്ടില്ലേ, കണവനാക്കില്ല എന്നുണ്ടെങ്കിൽ മുട്ടത്തൊണ്ട് അല്ലെങ്കിൽ നീറ്റിയൊക്കെ എൻ്റെ തൊണ്ടൊക്കെ പൊടിച്ചിട്ട് ചേർക്കാം. എല്ലാം ഓപ്ഷനിലാണ്, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇരുട്ടത് രാത്രി ആയതൊന്നും അല്ല കേട്ടോ, നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അന്തരീക്ഷം ഏകദേശം ഇതുപോലെയാണ്. അതുകൊണ്ട് നമുക്കൊരു 4 മണി ആയിക്കഴിഞ്ഞാൽ വെട്ടമൊന്നും ഉണ്ടാകത്തില്ല. ഇത് കുറച്ച് അതുകൊണ്ട് മൊത്തം ക്യാമറയിലും കൂടി ആകുമ്പോൾ നല്ല ഒരു ഇരുട്ട് ഭാഗമാവും. നമ്മുടെ മേലിലൊരു മരം നിൽക്കുന്ന കാരണം നമുക്ക് ഒട്ടുകൂടെ വെട്ടം കിട്ടത്തില്ല. അതുകൊണ്ടാണ് വീഡിയോക്ക് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും, അത് ക്ഷമിച്ചേക്കുക. അപ്പോൾ നമുക്ക് കോഴികൾക്ക് എല്ലാവർക്കും 2 സെക്ഷനായിട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം മഴക്കാറുണ്ട്, 2 സെക്ഷനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും എത്തിയില്ല, ഭയങ്കര ഇടിയായിരിക്കും. അപ്പോൾ 2 സെക്ഷനായിട്ട് ഞാൻ എൻ്റെ തീറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു മുയലും കൂട്ടനും കൂടി ഉണ്ട്. മുയലും കൂട്ടനും ഇതേ തീറ്റ തന്നെ തിന്നോളും, അതിനും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കണത്. പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട് കോഴി കറക്റ്റായിട്ട് മുട്ടയിടുന്നില്ല, വളരെ കുറച്ചാണ് മുട്ടയിടുന്നതൊക്കെ. പ്രത്യേകിച്ച് നാടൻ കോഴികളും മുട്ട. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു വർഷത്തിൽ 100-90 മുട്ടയെ ഒരു വർഷത്തിൽ നാടൻ കോഴിയിൽ ഇടത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണ മുട്ടയിടുന്ന മുട്ടക്കോഴികളെ പോലെ 365 ദിവസം മുട്ടയിടില്ല. അത് നിങ്ങൾ മനസ്സിൽ കാണുക. കാരണം ഒരു വർഷം പോയി 365 ദിവസത്തിൽ ചിലപ്പോൾ 100 മുട്ട കിട്ടിയേക്കാം, ചിലപ്പോൾ 90 മുട്ട. 90 മുട്ടയിൽ കൂടുതലും കിട്ടാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക ദിവസങ്ങളിൽ നമുക്ക് മുട്ട കിട്ടിയെത്തില്ല. അതനുസരിച്ച് ബാലൻസ് ആയിട്ട് നമുക്ക് മുട്ട കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ പറയാം കോഴിയെ വളർത്തിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, നഷ്ടമാണ്, തീറ്റച്ചെലവ് മാത്രം കൂടുതലാണ്, കയ്യിൽ നിന്ന് പൈസ പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യം പറയാറുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലാണെങ്കിലും ഈ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് മുട്ട കിട്ടും. അതായത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ കുറച്ച് ക്രമങ്ങൾ വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ക്രമത്തോടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും റിസൾട്ട് കിട്ടും. ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ രാവിലെ നമ്മൾ കൊടുക്കുന്നത് ലെയർ മാഷാണ്. രാവിലെ കൊടുക്കുന്നതിൽ അതുപോലെ ലെയർ മാഷിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മണിച്ചോളവും ഗോതമ്പും ലെയർ മാഷും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അടിക്കുന്ന ഒരു നീല ബക്കറ്റിൽ നമ്മൾ ലെയർ മാഷ് വാങ്ങിച്ച് ഇത് 3 കൂടി മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ രാവിലെ കൊടുക്കുമ്പോഴത്തേക്കും അത് 1 കപ്പോ 2 കപ്പ് കൊടുക്കും. അത് കൂടാതെ തന്നെ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ഉണ്ടാവും, ഒരു ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിലെ, നമ്മുടെ തൊട്ടപ്പുറത്ത് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാവും, ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും, അതിടക്ക് കൊടുക്കും. അങ്ങനെ പിന്നെ ഉണ്ടാകുന്നത് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. പിന്നെ ചെമ്മീത്തല കിട്ടും, നമ്മുടെ ഇവിടെയൊക്കെ ചെമ്മീൻ കിള്ളിക്കുന്ന ഷെഡുകളുണ്ട്. അപ്പോൾ അതുപോലെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെമ്മീത്തല കിട്ടും. അപ്പോൾ ചെമ്മീത്തലകളും ചെറിയ ചെമ്മീത്തല കൊണ്ട് തല കൊടുക്കുവാണെങ്കിൽ അവർക്ക് അതും അങ്ങനെ ഒത്തിരി കൊത്തി തിന്നുകയും ഇതാക്കിയൊക്കെ ചെയ്യുകൊണ്ട് അവർക്ക് അന്നേരം നല്ല ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാവും. പിന്നെ നമ്മൾ വൈകുന്നേരമാണ് പിന്നെ ഫുഡ് കൊടുക്കുന്നത്. ഉച്ച സമയത്തൊക്കെ ആയിരിക്കും ഈ ചെമ്മീത്തലൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് വൈകുന്നേരം കൊടുക്കും. വൈകുന്നേരം കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് കാൽസ്യത്തിനായിട്ടുള്ള മുട്ടത്തോണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കണവനാക്കോ അങ്ങനെ മിക്സ് ചെയ്യും. പിന്നെ കൂടാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇലകൾ ഈ ഫുഡിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള ഈ ചില കാര്യങ്ങൾ കൂടി വൈകുന്നേരം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ കൊടുക്കുകയെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും പോകേണ്ട ദിവസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യമുള്ള ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ ഇലകൾ പറിക്കാൻ പോകാനും ഒക്കെ സമയം കിട്ടാണ്ട് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ രാവിലെ കൊടുത്ത് അതേ ലെയർ മിക്സിൽ അത് തന്നെ വൈകുന്നേരവും നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള ദിവസം, രാവിലെ എവിടെയെങ്കിലും പോകാനുള്ള ദിവസങ്ങളാണെങ്കിൽ ആ ഒരു കാണുന്ന തീറ്റ പാത്രം ഉണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് ഫുള്ളാക്കി നമ്മൾ ഇട്ട് കൊടുത്തേക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് തീരണ അനുസരിച്ച് താഴത്തേക്ക് വീഴും. അപ്പോൾ അവർക്ക് ഫുള്ളായിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട്, ഒരു ദിവസം 2 ദിവസമൊക്കെ ആണെങ്കിൽ 2 ദിവസം കംപ്ലീറ്റ്
കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് തീറ്റ ഉണ്ടാവും. അപ്പോൾ 2 ദിവസത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഫുള്ളായിട്ട് തീറ്റ ഉണ്ടാവും. അതുങ്ങൾക്ക് തീറ്റയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ വെള്ളവും നമ്മൾ ഒരു വലിയ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ കുറച്ച് പട്ടിണിക്കും ഇടാതെയും അതുപോലെ അവർ നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. അവർ പട്ടിണിയാവത്തുമില്ല. നമ്മുടെ മുട്ടകളെല്ലാം കറക്റ്റായിട്ട് കിട്ടത്തുകയും ചെയ്യും. ഒരു ദിവസം 2 ദിവസം തീരെ ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നീടുള്ള കുറച്ച് ദിവസവും മുട്ട ഇടലും വളരെ കുറഞ്ഞു പോകും. അപ്പം നമ്മൾ തീറ്റേൻ്റെ കാര്യത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്ത് നമ്മുടെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് മുട്ട കിട്ടുക തന്നെ ചെയ്യും. പിന്നെ കോഴികൾ അറിയാമല്ലോ, നമ്മുടെ നാടൻ കോഴികൾ കുറച്ച് ദിവസം മുട്ടയിട്ട് പിന്നെ കുറച്ച് ദിവസം പൊരുന്നിരുന്ന പിന്നെ പൊരുന്ന് മാറാൻ കുറച്ച് ദിവസം എടുത്ത് അങ്ങനെയൊക്കെയാണ് കുറച്ച് സമയങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ ഇരുത്തുന്നില്ല, മുട്ട അടവെക്കുന്നില്ല എന്നുണ്ടെങ്കിലും പൊരുന്ന് മാറാൻ വേണ്ടിയാണെങ്കിലും കുറച്ച് ദിവസമൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് മുട്ടയിടാനൊക്കെ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെയും കുറച്ച് ദിവസങ്ങളൊക്കെ പോകും. അതുമനുസരിച്ച് അപ്പം ഞാൻ പറഞ്ഞല്ലോ 90 മുട്ട വെക്കരയ്ക്ക് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നാടൻ കോഴികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് നാടൻ മുട്ട അത്രയും സാധാരണ വാങ്ങിക്കുന്ന മുട്ടേനേക്കാളും പോഷകഗുണമുള്ള മുട്ട നാടൻ മുട്ടേൻ്റെതാണ്. പിന്നെ കുഞ്ഞുങ്ങളെയും ഡിമാൻഡ് നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നാടൻ കോഴികളെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് വളർത്തുന്നത്. പിന്നെ ഇത് നമ്മുടെ അടുത്ത സെക്ഷനിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതെല്ലാം ഈ പുള്ളിക്കോഴികളാണ്. ഈ പുള്ളിക്കോഴികളെല്ലാം നമുക്ക് അടുത്ത ബാച്ചിലായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവരാരും മുട്ടയിടാറുള്ള പരുവായിട്ടില്ല. ഒരു 3 മാസം 4 മാസം പരുവായിട്ടുള്ളൂ. പിന്നെ ഇത് നമുക്ക് അടുത്ത ബാച്ചിങ്ങിൽ സെയിലിങ്ങിലുള്ള കുഞ്ഞുങ്ങളാണ്. ഇവരെ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 3 ആഴ്ച ആയിട്ടുണ്ട്. ഒരാഴ്ച 2 ആഴ്ച കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെയിലിങ്ങിനാവും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ്. അവർക്ക് നമ്മൾ കൊടുക്കുന്നത് വേറെ ഒന്നും കൊടുക്കാറില്ല. ബ്രോയിലർ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. അവർക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന അതേ ഫുഡ് തന്നെ. കാരണം ബ്രോയിലർ സ്റ്റാർട്ടറാണ് ഏറ്റവും നല്ല സ്റ്റാർട്ടർ. ഇതാണ് ബ്രോയിലർ സ്റ്റാർട്ടർ. പലരും ചോദിക്കേണ്ട സ്റ്റാർട്ടർ 2 കളറുണ്ടല്ലോ, അതാണ് ഇത്. ശരിക്കും ഈ കളറാണ് ബ്രോയിലർ സ്റ്റാർട്ടറിൻ്റെ കളറ്. സാധാരണ സ്റ്റാർട്ടർ കിട്ടുന്നത് അത് സാധാരണ സ്റ്റാർട്ടറാണ്. അതിനേക്കാൾ ക്വാളിറ്റി ഉള്ളൊരു ഫുഡ് തന്നെയാണ് ബ്രോയിലർ സ്റ്റാർട്ടർ. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ അവരുടെ കൂട്ടിലും എപ്പോഴും വെള്ളം ഉണ്ടാവുക. നമ്മളിപ്പോൾ ഈ വെച്ച് കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഈ പാത്രത്തിൽ ഫുൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ വരെ അവരുടെ ആ പാത്രത്തിൽ ഫുള്ളുണ്ടാവും. നമ്മൾ ഓൾറെഡി ഇവിടെ ലേറ്റ് ഇട്ടേക്കണോണ്ട് ഈ ഷെഡിൽ നമ്മൾ ലേറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രാത്രി ഫുഡ് കഴിക്കും. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുക്കും. രാവിലെ ഇനി വെച്ച് കൊടുത്താൽ മതി. രാവിലെ വരെ എന്താണെങ്കിലും ആ പാത്രത്തിൽ കുറച്ച് ഫുഡ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇവർക്ക് ലേറ്റ് ഇട്ട് കൊടുക്കണത് എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് കൊതുകിന് വേണ്ടിയാണ്. ഈ ലൈറ്റിൻ്റെ ഇട്ടം കാണുമ്പോഴത്തേക്കും കൊതുകുകൾ ആക്രമിക്കൽ ഒരു കുറയും. ആ കോഴികൾ തന്നെ കൊത്തി തിന്നാനുള്ള ഒരിതുണ്ട്. അപ്പോൾ ഈ സ്ഥിരമായിട്ട് നമ്മുടെ ഈ ഏരിയയിൽ നല്ല കൊതുകുണ്ട്. ഇഷ്ടംപോലെ കൊതുകുള്ളതുകൊണ്ട് തന്നെ കോഴികൾക്ക് കണ്ണീക്കേട് വരാൻ സാധ്യത കൂടുതലാണ്. ഈ കൊതുകിൻ്റെ ശല്യം കൂടിക്കഴിഞ്ഞാൽ കണ്ണീക്കേട് വരികയും കണ്ണിങ്ങനെ അടഞ്ഞു പോവുകയും നീർക്കെട്ടിൽ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതും കൂടി അത് മെയിനായിട്ട് അത് തടയാൻ വേണ്ടിയാണ് നമ്മളിവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അത് അങ്ങനെ ലേറ്റ് ഇട്ടേക്കണ കൊണ്ട് തന്നെ കൂട്ടിൽ എപ്പോഴും തീറ്റ ഉള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങ രാത്രിയും കഴിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഗ്രോത്തും വരികയും ചെയ്യും. സാധാരണ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്താണ് കേട്ടോ. അല്ലാതെ പെട്ടെന്ന് വീർത്ത് ഇതാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് തന്നെയാണ്. പിന്നെ കോഴിക്കൂട്ടിൽ നമ്മൾ തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ തീറ്റപ്പാത്രവും വെള്ളപ്പാത്രവും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ വെച്ച് കൊടുത്തേക്കുന്ന 2 പാത്രങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ തീറ്റ കൊടുത്തേക്കുന്നത് ഇതുപോലെ മൺചട്ടിയിലാണ്. പിന്നെ വെള്ളം കൊടുത്തത് 2 ടൈപ്പ് 3 ടൈപ്പ് പാത്രത്തിലാണ്. ഇത് നമ്മുടെ 7up കുപ്പിയാണ്. പിന്നെ ഈ ഒരു ബോട്ടിലുണ്ടല്ലോ 20 രൂപ 20 രൂപ വെള്ളം തോന്നുന്നു. ഇതിന് ഈ ഒരു കണക്ടർ വാങ്ങിച്ചിട്ട് നമ്മുടെ സാധാരണ 7up കുപ്പിയോ അല്ലെങ്കിൽ സ്പ്രിൻറ്റിൻ്റെ കുപ്പിയോ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയ കുപ്പി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ഡേ അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും. വെള്ളം തീർന്നു പോകത്തില്ല. ചില ദിവസങ്ങൾ നല്ല വേനൽ സമയത്തൊക്കെ വെള്ളം തീർന്നു പോകാൻ സാധ്യത. ഇപ്പോൾ ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളമേ ഇതിൽ കിടക്കത്തുള്ളൂ. അതിൽ തീരണ അനുസരിച്ച് നമുക്ക് താഴത്തേക്ക് വെള്ളം വീണു ഫുള്ളായിട്ടത് വെള്ളം വേസ്റ്റായി പോകത്തുമില്ല, വെള്ളം ചീത്ത പോകത്തുമില്ല. അപ്പോൾ അത് ഇങ്ങനെ ഒരു സപ്പോർട്ടിനായിട്ടൊരു കയറ് കൊണ്ട് ഞാനിങ്ങനെ നെറ്റ് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുപ്പിയല്ലേ മറിഞ്ഞു പോകും. അപ്പോൾ അത് ഇരിക്കത്തില്ല. അപ്പോൾ ഇതേ കോഴികളെല്ലാം കൂടി ഒന്ന് വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കണ വെള്ളം ചിലപ്പോൾ നാളെ മാറ്റിയാൽ മതിയാകും. നാളെ വൈകുന്നേരത്തൊക്കെ മാറ്റിയാൽ മതിയാകും. ഫുൾ ടൈം അതൊരു ദിവസം ഫുള്ളായിട്ട് അതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്കിതാണ് ഒരു ദിവസം നമുക്ക് രാവിലെ പോകേണ്ട സമയത്തൊക്കെയാണെങ്കിൽ ഇതിങ്ങനെയുള്ള വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വെള്ളം തീരാതെ ഉണ്ടാകും. പിന്നെ നമ്മൾ വേറൊരു ടൈപ്പും കൂടി ചെയ്തിട്ടുണ്ട്.
ഇത് ഒരു ടൈപ്പ്, പിന്നെ മറ്റു വേറെ ടൈപ്പ് ഇതുപോലെ തന്നെ തീറ്റപ്പാത്രം ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഇതുപോലെ വെള്ളം വെച്ച് കൊടുക്കാൻ പറ്റിയ പാത്രമുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് തീറ്റപ്പാത്രവും ഉണ്ട്. ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ കൂടി കുറച്ച് തീറ്റ വരുന്നതുണ്ട്. അങ്ങനെ 2 പാത്രങ്ങളുണ്ട്. പിന്നെ ഉള്ളത് ഇതുപോലൊരു കൂട് സെറ്റ് ചെയ്താലും വളരെ നല്ലതാണ്. നിങ്ങൾ ടെറസിൻ്റെ മേളിൽ ചെയ്യുന്നവരും അതുപോലെ വീടിന് സൗകര്യം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇതുപോലൊരു കൂട് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ട്രേ ഉണ്ട്. ഇതിൻ്റെ ട്രേ ഇവിടെ മാറ്റി വെച്ചേക്കുവാണ്, ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതിനാകുമ്പോൾ 2 പാത്രം ഉണ്ടാവും. ഒരു പാത്രത്തിൽ നമുക്ക് തീറ്റ വെച്ച് കൊടുക്കാം, ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം. ഇത് കൂടുതൽ ലവ് ബേഡ്സ് വളർത്താനും പ്രാവ് വളർത്താനും ബേഡ്സിനെ വളർത്താനും അതുപോലെ കോഴികളെ വളർത്താനും ഉപയോഗിക്കുന്ന കൂടാണിത്. ഇതിൻ്റെ വലിപ്പം ചെറുപ്പം അനുസരിച്ച് ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഞാൻ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ട്രേ മാറ്റി വെച്ചേക്കാം. നമുക്ക് താഴത്തേക്ക് ഇത് ഓപ്പണായിട്ട് മണ്ണിലേക്ക് വീണുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല, ട്രേ ഇങ്ങനെ വെക്കണമെന്നില്ല. ഇതുപോലെ ടെറസിൻ്റെ മേളിലും അതുപോലെ സൗകര്യക്കുറവുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ വെക്കുവാണെങ്കിൽ ഈ ട്രേയിലേക്ക് വരുന്ന ആപ്പിൾ അവിടെ കിടന്നോളും. നമുക്ക് ട്രേ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോഴും നമുക്ക് മുറ്റവോ അല്ലെങ്കിൽ പരിസരവോ അല്ലെങ്കിൽ ടെറസിൻ്റെ മേളിലോ ഒക്കെ ഒന്നും കാഷ്ടം വീണൊന്നും ചീത്താവത്തില്ല. ബേഡ്സിനെ വളർത്താനും നല്ലതാണ്. നമുക്ക് വീടിനകത്ത് ഇങ്ങനെ വെച്ച് ബേഡ്സിനെ വളർത്തണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ളൊരു കൂട് വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ വളരെ നല്ല ഉപകാരമായിരിക്കും. അതുപോലെയുള്ള വലിപ്പം അനുസരിച്ചാണ് കേട്ടോ, ഓരോ വലിപ്പത്തിനനുസരിച്ചുള്ള റേറ്റാണത്. ചെറുതും ഇങ്ങനെ വലിയ 3-4 ടൈപ്പ് അങ്ങനത്തെ കൂടുകളുണ്ട്. കൂടുതലും കോഴികളെ വളർത്താൻ നോക്കിയിട്ട് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു കൂട് തന്നെയാണ്. നശിച്ചു പോകില്ല. ഒരു 10 വർഷത്തെ ഗ്യാരൻറ്റിയുള്ള കൂടും കൂടിയാണ്. ഇത് പെറ്റ് ഷോപ്പിൽ അത് ഉണ്ടാവും. നിങ്ങൾക്ക് ആരെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അടുത്തുള്ള പെറ്റ് ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ താറാവിനൊക്കെ തീറ്റ കൊടുത്തിട്ടുണ്ട്. ഇനി കുളത്തിനെ കുറിച്ച് വീഡിയോസ് ഇടാൻ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോസ് വരുന്ന ഏതെങ്കിലും ദിവസം ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ കുളത്തിനെ കുറിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ നല്ലൊരു വെട്ടിക്കേറ്റിൻ്റെ വീഡിയോസും അതുകൂടാതെ 2-3 വീഡിയോസൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നവർ ചാനലിൽ കയറി നോക്കാം. അല്ലെങ്കിൽ എൻ്റെ ബോക്സിലോ എവിടെയെങ്കിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എവിടെയെങ്കിലൊക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കയറി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയിൽ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.